എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നബിദിനാശംസകൾ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ. എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ. നമ്മളേവരും ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്ന നബിദിന ദിവസമാണ് അൽഹംദുലില്ലാ ഇന്ന്. നമ്മളെല്ലാവരും സന്തോഷത്തിലാണ് അല്ലേ? നബിദിന റാലിയും അതുപോലെ തന്നെ മൗലൂദ് പാരായണവും അതുപോലെ ചീരിന് വിതരണവും ഭക്ഷണ വിതരണവും ഒക്കെ ആയിരിക്കും ഇന്നത്തെ ദിവസം. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നമ്മുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട്, അതുപോലെ തന്നെ നമ്മൾ ചൊല്ലിയിട്ടുള്ള സ്വലാത്ത് കൊണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഓതിയിട്ടുള്ള മൗലൂദിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ സഹിക്കുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറ്റി നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സമാധാനവും സന്തോഷവും നൽകട്ടെ. അപ്പോൾ ഇന്ന് നബിദിന ദിവസവും അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസവുമാണ്. ഒരുപാട് മഹത്വമുള്ള ദിവസമാണ് ഇന്നലത്തെ ദിവസവും. ഇന്നലെ നബിദിന രാവും വെള്ളിയാഴ്ച രാവും അല്ലേ? ഇന്നലത്തെ രാവിലൊക്കെ നമ്മൾ ഒരുപാട് അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടില്ല എല്ലാവരും? എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറഞ്ഞ് ആ ദുആ അള്ളാഹ് തട്ടിക്കളയില്ല. നമ്മൾ എന്താണോ ഇന്നലെ ആ ഒരു രാവിൽ നമ്മൾ ദുആ ചെയ്തത്, അതുപോലെ തന്നെ ഇന്നും നമ്മൾ എന്ത് ചെയ്യണം? ഒരുപാട് സ്വലാത്ത് ചൊല്ലുക. നിങ്ങൾക്കറിയാവുന്ന സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹിനോട് ഇങ്ങനെ പറയാം. ഇപ്പം നിങ്ങൾ കുറച്ച് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് സ്വലാത്തായിട്ടോ ഖുർആൻ ഓതിയിട്ടോ മൗലൂദ് ഓതിയിട്ടോ ഒക്കെ വീണ്ടും അള്ളാഹുവിനോട് ആ വിഷമം തന്നെ നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യുക. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ലേ, നമ്മളെ ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളുമെല്ലാം നമ്മൾ തന്നെ അള്ളാഹിനോട് ദുആ ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നൊരു സന്തോഷ വാർത്ത നിങ്ങളോട് എനിക്ക് ഷെയർ ആക്കാനുണ്ട്. ഇത് ഷെയർ ആക്കാൻ ഞാൻ പറ്റില്ല, അത്രക്കും സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ നബിദിന രാവും വെള്ളിയാഴ്ച രാവുമാണ്. അപ്പോൾ ഇന്നലെ ഒരു സഹോദരി എന്നോട് പറഞ്ഞതാണ്, ഇന്നലെ രാത്രി സമയത്താണ് അവൾ എനിക്ക് വാട്സപ്പിലൂടെയായിട്ട് വിളിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ. അവൾ വല്ലാണ്ട് ഒരു പ്രതിസന്ധിയിലായിരുന്നു, വല്ലാത്തൊരു പ്രയാസത്തിലായിരുന്നു, സാമ്പത്തികമായിട്ടുള്ള ടെൻഷനിലായിരുന്നു വല്ലാത്ത. അങ്ങനെ എന്ത് പിന്നെ നബിദിന രാവാണ്, നബിദിന ദിവസമാണ്, അതൊക്കെ ഓർമ്മയുണ്ട്. എന്നാലും അതിലേക്കൊന്നും ഒരു ശ്രദ്ധ എനിക്ക് വരുന്നില്ല. മനസ്സിൽ ബേജാറും പേടിയും. എന്താ റബ്ബേ, നാളെ നേരം വെളുത്താൽ ഞാൻ എന്താ ചെയ്യുക? അവൾക്ക് സാമ്പത്തികമായിട്ടുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. പണം വായ്പ വാങ്ങിയത് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ള ഡേറ്റാണ് ഇന്നത്തെ ദിവസം. 5-ാം തീയതിയാണ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ ഡേറ്റ് പറഞ്ഞാണ് വാങ്ങിയിട്ടുള്ളത്. പക്ഷേ അവൾ വിചാരിച്ചിട്ടുള്ള പണം അവളുടെ കയ്യിൽ വന്നില്ല കൊടുക്കാൻ. അങ്ങനെ ആകെ പ്രയാസമായി ബേജാറായി ഒരുപാട് പേരോട് ചോദിച്ചു. ഇവൾക്ക് കിട്ടുമെന്ന പ്രതീക്ഷ വെച്ചിട്ടുള്ള ആ പണം അവർ കൊടുത്തില്ല. അത് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ന് 5-ാം തീയതി കൊടുക്കും, നബിദിനത്തിൻ്റെ ദിവസത്തിൻ്റെ അന്ന് കൊടുക്കുമെന്ന് വിചാരിച്ചത്. പക്ഷേ അത് തരാൻ അവർക്ക് പറ്റിയില്ല. അതുകൊണ്ട് ആകെ ടെൻഷൻ ബേജാറാണ്, സമാധാനമില്ലാതെ ഒരുപാട് യാസീൻ നിയ്യത്താക്കി ഓതി, അതുപോലെ ഒരുപാട് സ്വലാത്ത് ചൊല്ലി, അതുപോലെ തന്നെ ദിക്റുകൾ ഒരുപാട് ചൊല്ലി അള്ളാഹിനോട് പൊട്ടിക്കരഞ്ഞോണ്ട് പറഞ്ഞു. അതിലാണ് ഇത്താൻ്റെ വീഡിയോ ഞാൻ കേൾക്കുന്നത്. അങ്ങനെ ആകെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ ഒരു ഇശാ കഴിഞ്ഞതിന് ശേഷമാണ് ഇന്നലെ ഇട്ട വീഡിയോ ഞാൻ കണ്ടത്. ആ വീഡിയോയിൽ പറഞ്ഞത്, ആ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് മനസ്സിനെന്തോ ഒരു സമാധാനം വന്നു. എന്താ അറിയില്ല, എനിക്കെന്തോ ഒരു സമാധാനം. അതുവരെ മനസ്സിന് വല്ലാണ്ട് പ്രയാസവും ബേജാറും പേടിയൊക്കെ ആയിരുന്നു, എന്താ ഞാൻ ചെയ്യുക എന്ന്. അങ്ങനെ അതിൽ പറഞ്ഞ് ധാരാളമായിട്ട് നമ്മളെ കാര്യങ്ങൾ നമ്മൾ തന്നെ അള്ളാഹിനോട് ദുആ ചെയ്യണം. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കാര്യങ്ങൾ, നിങ്ങൾ ഒരുപാട് പേര് എന്നോട് ഓരോ വിഷമങ്ങളൊക്കെ പറയലുണ്ട്. അപ്പോൾ ഞാനായാലും ഒരാളെ കാണുന്ന സമയത്ത് ഞാൻ പറയും, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം കേട്ടോ. നമ്മൾ മുസ്ലിമായ ഒരാളെ കാണുന്ന സമയത്ത് നമ്മൾ സലാം പറഞ്ഞിട്ട് അവരോട് പിരിയുന്ന സമയത്ത് ദുആ ചെയ്യേണ്ടിട്ടോ എന്നാണ് നമ്മൾ പറയുക അല്ലേ? അത് സ്വാഭാവികമായിട്ട് നമ്മൾ പറയും അല്ലേ? അവരുടെ ഒരു പ്രാർത്ഥന നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. എന്നാലും നമ്മളെ കാര്യങ്ങൾ നമ്മൾ തന്നെ അള്ളാഹിനോട് ദുആ ചെയ്യണം. അതിന് വേറൊരു കൂലിയുണ്ട്. അതായത് എന്താണെന്നറിയാം, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, നമുക്കത്രയും ഇപ്പം ഈ ഒരു സഹോദരീൻ്റെ കാര്യം തന്നെ, അവൾ ആകെ പ്രയാസപ്പെട്ട സമയത്ത്, ആകെ വിഷമിച്ചിരിക്കുന്ന ആ ഒരു സമയത്താണ് എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ആ കാര്യം അവളുടെ മനസ്സിൽ പതിഞ്ഞു. അതുപോലെ അവളുടെ കാര്യം അള്ളാഹിനോട് അവൾ സ്വലാത്ത് ഒരുപാട് ചൊല്ലി, ഒരുപാട് സ്വലാത്തും ദിക്റുകളും ഒക്കെ ചൊല്ലി അള്ളാഹിനോട്
ഒരു 10-11 തവണ ഇന്നലെ അവൾ ദുആ ചെയ്തു. 1 മണി 1:30 ആകുമ്പോഴൊക്കെ ഇവൾ ദിക്റും സ്വലാത്തും ചൊല്ലിയിട്ട് ദുആ ചെയ്യാണ്. അള്ളാഹിനോട് എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചു തരണേ റഹ്മാനെ. ഇന്നത്തെ രാവിൻ്റെ ബർക്കത്ത് കൊണ്ട് കരഞ്ഞോണ്ട് ദുആ ചെയ്തു. ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ട്, ഒരുപാട് ദിക്റുകൾ ചൊല്ലി, സ്വലാത്തുകൾ ചൊല്ലി, മൗലൂദ്, സലാം ബൈത്ത് ചൊല്ലി, അങ്ങനെ ഒരുപാട് മൗലൂദുകളും സ്വലാത്തുകളും ദിക്റുകളും ഒക്കെ ചൊല്ലി. അങ്ങനെ ഇവൾ സുബഹി നമസ്കാരത്തിൻ്റെ ശേഷം സുബഹിയൊക്കെ കഴിഞ്ഞിട്ട് മൗലൂദ് ചെല്ലാനിരിക്കുന്ന സമയത്താണ് ഇവളുടെ ഫോൺ ഇവൾ ഓണാക്കി നോക്കിയിട്ടുള്ളത്. അങ്ങനെ ആ ഫോണിൽ ഇവൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള അവർ പൈസ അയച്ചിട്ടുണ്ട് നിൻ്റെ ഫോണിലേക്ക് എന്ന് പറഞ്ഞു മെസ്സേജ് വന്നു ഇത്താന്ന്. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ആ പണം എനിക്ക് കിട്ടുമെന്ന്. ആശ്വാസമായി റഹ്മാനായ റബ്ബെ, അല്ല എൻ്റെ ദുആ കേട്ടു ഇത്ത എന്നാണ് പറഞ്ഞ് എനിക്ക് വോയിസ് വിടുന്നത്. ഇത്താൻ്റെ പ്രയാസം മാറി. ഇത്താൻ്റെ വീഡിയോ ഇന്നലെ കണ്ട സമയത്ത് ഞാൻ കരഞ്ഞുകൊണ്ട് ഒരുപാട് അള്ളാഹിനോട് ഞാൻ ദുആ ചെയ്തു, എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം റബ്ബേ എന്ന്. എൻ്റെ വിളി അല്ല കേട്ടു. എനിക്ക് സമാധാനമായി, സന്തോഷം കൊണ്ട് കരഞ്ഞോണ്ടാണ് അവൾ പറയുന്നത്. അൽഹംദുലില്ലാ. അത് ഞാനിപ്പോൾ പറയാനുള്ള കാരണം, നമ്മളെ കാര്യങ്ങൾ നമ്മൾ തന്നെ അള്ളാഹിനോട് ദുആ ചെയ്യണം. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നിങ്ങളോട്, നമുക്ക് ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും. അപ്പം ഞാൻ നിങ്ങളെ കാര്യങ്ങളൊക്കെ ഞാൻ ഓരോ നിസ്കാരത്തിൻ്റെ ശേഷവും എനിക്ക് ദുആ ചെയ്യുന്ന സമയത്ത് എൻ്റെ കുടുംബത്തിന് ദുആ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ എല്ലാവരെയും ഞാൻ ദുആയിൽ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കുള്ള വിഷമം നമ്മൾ തന്നെ ദുആ ചെയ്യുന്ന അത്ര ഫീല് നമുക്ക് വരില്ല. ഞാനിപ്പോൾ ഈ സഹോദരൻ്റെ തന്നെ പറഞ്ഞില്ലേ, അവരാകെ പ്രയാസപ്പെട്ട സമയത്ത് വിഷമം സഹിച്ചുകൊണ്ട് ആ ഒരു പ്രയാസം മനസ്സിൽ വെച്ച്, ആ ഒരു ടെൻഷൻ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അള്ളാഹിനോട് ദുആ ചെയ്തത്. അല്ല വിളി കേട്ടു. കാരണം ഒരുപാട് 10-11 വട്ടമൊക്കെ ഞാൻ ദുആ ചെയ്തിട്ടുണ്ട് ഇന്നലെ രാത്രി എന്ന് പറഞ്ഞത്. അള്ളാഹിനോട് ഇങ്ങനെ കരഞ്ഞോണ്ട് ചോദിച്ചുകൊണ്ടിരുന്ന് അല്ല പ്രയാസം മാറ്റിക്കൊടുത്ത്. ഒരു സെക്കൻഡ് സമയം വേണ്ട. അല്ല വിചാരിച്ചാൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കണം. അള്ളാഹുവിലേക്ക് നമ്മൾ അടുത്താൽ അല്ല നമ്മിലേക്ക് ഓടിയടുക്കുമെന്നാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ ഓരോ കാര്യങ്ങൾ നമ്മൾ തന്നെ അള്ളാഹിനോട് ദുആ ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, ഇന്ന് നബിദിന ദിവസവും അതേപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസവും. വെള്ളിയാഴ്ച ദിവസത്തിൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളുണ്ട് അല്ലേ? എല്ലാവർക്കും അറിയാം, ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നതുമാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ പറയുന്ന ആയത്തുകൾ നിങ്ങൾ 3 തവണ ഓതി ദുആ ചെയ്യുക. ആ ഒരു ദുആ അല്ല തട്ടിക്കളയില്ല. ആ ദുആക്ക് അല്ല ഫലം തരും ഇൻഷാ അല്ലാ. സൂറത്തുൽ ഫാത്തിഹയാണ് ഓതേണ്ടത് 3 തവണ. 3 തവണ സൂറത്തുൽ ഫാത്തിഹ, 3 ഖുൽ ഹുവല്ലാഹു അഹദ്, 3 ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ്, 3 ഖുൽ ഔദു ബിറബ്ബിൻ നാസ്. ഇതുപോലെ ആയിട്ട് ഓതുക. ഇന്ന് അസറിൻ്റെ മുന്നേ ആയിട്ട് 3 ഫാത്തിഹ ഓതുക. അത് കഴിഞ്ഞിട്ട് 3 ഖുൽ ഹുവല്ലാഹു അഹദ്, 3 ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ്, 3 ഖുൽ ഔദു ബിറബ്ബിൻ നാസ്. ഇതുപോലെയായിട്ട് നിയ്യത്താക്കിയിട്ട് ഓതുക. നിങ്ങൾ എന്ത് തരത്തിലുള്ള വിഷമത്തിലാണ്, എന്ത് തരത്തിലുള്ള പ്രയാസമാണ് നിങ്ങളിപ്പോൾ സഹിക്കുന്നത്, ആ ഒരു വിഷമം, ആ ഒരു പ്രയാസം നിങ്ങൾക്ക് അല്ലാഹ് മാറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അല്ലാഹ് നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് ഇതിപ്പോൾ നിങ്ങൾ ഇതിപ്പോഴാണ് നിങ്ങൾ കേൾക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഓതാൻ പറ്റില്ല എങ്കിൽ നിങ്ങളിപ്പോൾ കേൾക്കുന്ന സമയത്ത് അങ്ങോട്ട് നിയ്യത്താക്കി വെക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് ഞാൻ ഇതുപോലെ ഓതി നോക്കുമെന്ന് നിയ്യത്താക്കി വെക്കുക. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഇന്ന് നമുക്ക് മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് 3 ഫാത്തിഹ, ഒരു 11 സ്വലാത്തും ചെല്ലട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം നിങ്ങൾ മിസ്സാക്കരുത്. ഇന്ന് തന്നെ ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. ഒരുപാട് പ്രതിഫലം കിട്ടും. സാമ്പത്തികമായിട്ടുള്ള ടെൻഷനാണ് നിങ്ങൾ സഹിക്കുന്നത് എങ്കിൽ അതിനൊരു പരിഹാരം അല്ലാഹ് കാണിച്ചു തരും. വേറെ എന്തെങ്കിലും തരത്തിലുള്ള ടെൻഷനാണ്, പ്രയാസമാണ് നിങ്ങളെ മനസ്സിലുള്ളത്, അതിനൊരു സമാധാനം, ഒരു എളുപ്പ വഴി അല്ലാഹ് നിങ്ങൾക്ക് കാണിച്ചു തരും ഇൻഷാ അല്ലാഹ്. ഇലാ ഹൽറത്ത് റൂഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. 4 സ്വലാത്ത് 11 തവണ ചൊല്ല. എല്ലാവരും ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ഈ സ്വലാത്തും ഈ ഫാത്തിഹയും ചൊല്ലാതെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവരുത് കേട്ടോ. അതായത് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലാണ് നമ്മൾ നിയ്യത്താക്കി ഓതുന്നത്. അത് എന്താ പറയുക, അത് ഓതാൻ കഴിയില്ല, എത്ര ടൈമില്ലെങ്കിലും അത് ഓതിയിട്ട് ഈ സ്വലാത്തും ചൊല്ലിയിട്ടേ നിങ്ങൾ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാഹ് സ്വലാത്തു നാരിയാണ് ചൊല്ലുന്നത്. ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം വെച്ചുകൊണ്ട് അത് റാഹത്തായി കിട്ടാൻ, ഒരു സമാധാനം കിട്ടാൻ, നമ്മൾ ഒരുപാട് പേര് ഒരുമിച്ചല്ലേ ഇപ്പോൾ ഇത് ചൊല്ലുന്നത്, അതിൻ്റെ ഒരു കൂലി അല്ലാഹ് നമുക്ക് കിട്ടും എന്തായാലും ഇൻഷാ അല്ലാഹ്. അല്ലാഹുമ്മ സല്ലി സ്വലാത്തൻ കാമിലത്തൻ വസല്ലിം സലാമൻ താമം അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫരിജു ബിഹിൽ ഖുറബ് വതഖ്ലാ ബിഹിൽ ഹവായിജു വതുനാലു ബിഹിർ റആയിബു വഹുസ്നുൽ ഖവാത്തിമി വയസ്തസ്കൽ അമാമി വജീൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിയദി കുല്ലി മാലൂമിൻ ലക്. അല്ലാഹുമ്മ സല്ലി സ്വലാത്തൻ കാമിലത്തൻ വസല്ലിം സലാമൻ താമം അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫരിജു ബിഹിൽ ഖുറബ് വതഖ്ലാ ബിഹിൽ ഹവായിജു വതുനാലു ബിഹിർ റആയിബു വഹുസ്നുൽ ഖവാത്തിമി വയസ്തസ്കൽ അമാമി വജീൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിയദി കുല്ലി മാലൂമിൻ ലക്. അല്ലാഹുമ്മ സല്ലി സ്വലാത്തൻ കാമിലത്തൻ വസല്ലിം സലാമൻ താമം അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫരിജു ബിഹിൽ ഖുറബ് വതഖ്ലാ ബിഹിൽ ഹവായിജു വതുനാലു ബിഹിർ റആയിബു വഹുസ്നുൽ ഖവാത്തിമി വയസ്തസ്കൽ അമാമി വജീൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിയദി കുല്ലി മാലൂമിൻ ലക്. അല്ലാഹുമ്മ സല്ലി സ്വലാത്തൻ കാമിലത്തൻ വസല്ലിം സലാമൻ താമം അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫരിജു ബിഹിൽ ഖുറബ് വതഖ്ലാ ബിഹിൽ ഹവായിജു വതുനാലു ബിഹിർ റആയിബു വഹുസ്നുൽ ഖവാത്തിമി വയസ്തസ്കൽ അമാമി വജീൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിയദി കുല്ലി മാലൂമിൻ ലക്. അല്ലാഹുമ്മ സല്ലി സ്വലാത്തൻ കാമിലത്തൻ വസല്ലിം സലാമൻ താമം അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫരിജു ബിഹിൽ ഖുറബ് വതഖ്ലാ ബിഹിൽ ഹവായിജു വതുനാലു ബിഹിർ റആയിബു വഹുസ്നുൽ ഖവാത്തിമി വയസ്തസ്കൽ അമാമി വജീൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിയദി കുല്ലി മാലൂമിൻ ലക്. അല്ലാഹുമ്മ സല്ലി സ്വലാത്തൻ കാമിലത്തൻ വസല്ലിം സലാമൻ താമം അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫരിജു ബിഹിൽ ഖുറബ് വതഖ്ലാ ബിഹിൽ ഹവായിജു വതുനാലു ബിഹിർ റആയിബു വഹുസ്നുൽ ഖവാത്തിമി വയസ്തസ്കൽ അമാമി വജീൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിയദി കുല്ലി മാലൂമിൻ ലക്. അല്ലാഹുമ്മ സല്ലി സ്വലാത്തൻ കാമിലത്തൻ വസല്ലിം സലാമൻ താമം അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫരിജു ബിഹിൽ ഖുറബ് വതഖ്ലാ ബിഹിൽ ഹവായിജു വതുനാലു ബിഹിർ റആയിബു വഹുസ്നുൽ ഖവാത്തിമി വയസ്തസ്കൽ അമാമി വജീൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിയദി കുല്ലി മാലൂമിൻ ലക്. അല്ലാഹുമ്മ സല്ലി സ്വലാത്തൻ കാമിലത്തൻ വസല്ലിം സലാമൻ താമം അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫരിജു ബിഹിൽ ഖുറബ് വതഖ്ലാ ബിഹിൽ ഹവായിജു വതുനാലു ബിഹിർ റആയിബു വഹുസ്നുൽ ഖവാത്തിമി വയസ്തസ്കൽ അമാമി വജീൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി
في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الهوائج وتنال به الرائب وحسن الخواتم واستسقى الأمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الهوائج وتنال به الرائب وحسن الخواتم واستسقى الأمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الهوائج وتنال به الرائب وحسن الخواتم واستسقى الأمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. റബ്ബേ, ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള സ്വലാത്ത് അള്ളാഹിൻ്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാ. ഫാത്തിഹ നീ എത്തിക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ നീ പുറത്തു മാപ്പാക്കി തരണേ അല്ലാ. റഹ്മാനെ, ഞങ്ങൾ ഇന്നലെയൊക്കെ ഒരുപാട് സ്വലാത്ത് ചൊല്ലി നിന്നിലേക്ക് ദുആ ചെയ്തിട്ടുണ്ടല്ലോ റഹ്മാനെ. റബ്ബേ, ഞങ്ങൾ പ്രയാസങ്ങളൊക്കെ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലാ. റബ്ബേ, അതിനെല്ലാം ഒരു സമാധാനം നീ കാണിച്ചു തരണേ അല്ലാ. ഒരു സന്തോഷം നീ കാണിച്ചു തരണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകണേ അല്ലാ. ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടാനുള്ള എളുപ്പമാർഗം കാണിച്ചു തരണേ അല്ലാ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ മക്കളെ നീ ദീനിൻ്റെ മക്കളാക്കണേ അല്ലാ. ഞങ്ങൾക്ക് ദുനിയാവെന്നും നാളെ ആഖിറത്തെന്നും ഉപകരിക്കുന്ന മക്കളാക്കണേ റഹ്മാനായ റബ്ബേ. റബ്ബേ, പലവിധ വിഷമങ്ങളാണ് റഹ്മാനെ ഓരോരുത്തർക്കുള്ളത്. റഹ്മാനെ, നിനക്കറിയാലോ അല്ലാ. അവരുടെയൊക്കെ പ്രയാസങ്ങളും വിഷമങ്ങളും നിനക്കറിയാലോ. എല്ലാത്തിനും ഒരു ഖൈറ്, ഒരു സമാധാനം നീ നൽകല്ല, ഒരു റാഹത്ത് നീ നൽകല്ല. ഞങ്ങളെ ദുആ നീ സ്വീകരിക്കല്ല. ഞങ്ങളെ ദുആനെ നീ തട്ടിക്കളയല്ലേ റഹ്മാനെ. ഞങ്ങൾ പാപികളാണല്ല. ഞങ്ങൾ ഇന്നിലേക്ക് ഉയർത്തിയ കൈയിനെ നീ തട്ടല്ലേ അല്ല. റബ്ബേ, ഉത്തരം നൽകണേ റഹ്മാനെ. ഞങ്ങളെ ദുആക്ക് നീ ഉത്തരം നൽകണേ അല്ല. ഞങ്ങളെ ദുആക്ക് നീ ഉത്തരം നൽകണേ റഹ്മാനെ. ആമീൻ 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 റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.